അയ്യപ്പന്മാർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന അനുഗ്രഹമാണ് അരവണ പായസം. മലകയറി എത്തുന്നവർ പ്രിയപ്പെട്ടവർക്ക് കയ്യിൽ പകർന്നു നൽകുന്ന സ്നേഹം. അങ്ങനെ നമുക്കും കിട്ടിയ അരവണ പായസവും പൊരിയും നാട്ടിൽ നിന്നൊരു മലയാളി വന്നപ്പോൾ കൊണ്ടു തന്നതാണേ. പ്രസാദം മാത്രമല്ല, ഹൽവ, ഏത്തപ്പഴം ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇന്ന് ആലു പറാത്ത ഉണ്ടാക്കാമെന്ന് വെച്ച് വന്നേ. പല രീതിയിലും ആലു പറാത്ത ഉണ്ടാക്കാറുണ്ട്. ഇന്ന് മസാലയൊന്നും ചേർക്കാതെ സിമ്പിളായി ഉണ്ടാക്കാമെന്ന് വെച്ചു. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ അല്ലെ നല്ലപോലെ ഉടച്ചെടുക്കുകയോ ചെയ്യാം. എളുപ്പപ്പണിയിൽ മിക്സിയിൽ അടിച്ചെടുക്കാമെന്ന് ആരും വിചാരിക്കരുത്. അത് പശ പോലെ ആയിപ്പോവും. ഇതൊക്കെ ഉണ്ടാക്കി പഠിക്കുന്ന സമയത്ത് എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ്. ചിലർ സവാള ചേർക്കും, ചിലർ ചേർക്കില്ല. സവാള ഇട്ടാൽ പരത്തുമ്പോൾ സ്മൂത്തായി കിട്ടില്ല. പക്ഷെ ഞാൻ സവാള ഇടാറുണ്ട്. ഞാൻ ഇതിലിട്ട പൊടി കായത്തിൻ്റെയാണ്. മല്ലിയില മസ്റ്റാണ്. അരിഞ്ഞു ചേർക്കുന്ന സാധനങ്ങളെല്ലാം നല്ല കുനുകുന എന്നായിരിക്കണം. നാരങ്ങ നീര് കൂടി പോകരുത്, കുറച്ച് മാത്രം. കൂടിയാൽ ഒരു പുളിപ്പ് രസമായിരിക്കും. എല്ലാം മിക്സ് ചെയ്തെടുക്കണം. ഇത് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാവിലോട്ട് കുറച്ച് ഉപ്പും അജ്വൈന്, നമ്മുടെ അയമോദകം, അതും കൂടെ ചേർത്താണ് കുഴച്ച് അടച്ച് വെച്ചിരുന്നത്. ഇനി ഗോതമ്പ് മാവിനകത്ത് ആലു വെച്ച് ഉരുട്ടി പരത്തിയെടുക്കണം. പരത്തുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് പരത്തിയെടുക്കണം. മുൻപ് ഞാൻ പരത്തുമ്പോൾ ആലു ഒരു സൈഡിൽ, മാവ് വേറൊരു സൈഡിലായിരിക്കും ഇരുന്നിരുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പതിയെ പതിയെ പരത്തി ചുട്ടെടുക്കുമ്പോൾ എണ്ണയോ ബട്ടറോ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുത്ത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടങ്ങ് എടുക്കാം. നല്ല മെനക്കെട്ട പണിയാണേലും കഴിക്കാൻ മുടിഞ്ഞ ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.